വീഡിയോയിലേക്ക് പോണതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ കൊറോണ വൈറസ് പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അതിനെ തടയാൻ ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിനിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കാളികളാവുക. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പടരില്ല എന്നും മറ്റൊരാളിൽ നിന്നും എൻ്റെ ശരീരത്തിലേക്ക് വൈറസിനെ കടത്തിവിടാൻ ഞാൻ അനുവദിക്കില്ല എന്നും ഉറച്ച തീരുമാനം എടുക്കുക. നമ്മുടെ ശരീരത്തിലേക്ക് വൈറസിനെ കടത്തിവിടാതിരിക്കാൻ വ്യക്തിത്വ ശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. കൈകൾ 20 സെക്കൻഡ് നേരമെടുത്ത് നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. നമ്മൾ കാരണമാണ് ഈ ഒരു ചെയിൻ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് പേരുടെ ജീവനാണ് നമ്മൾ രക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാരങ്ങ വെള്ളമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് തരത്തിലുള്ള നാരങ്ങ വെള്ളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു വെറൈറ്റി നാരങ്ങ വെള്ളമാണ് ചെയ്യുന്നത്. സാധാരണയുള്ള നാരങ്ങ വെള്ളത്തിൽ നിന്നും നല്ല ടേസ്റ്റിയാണ്. പിന്നെ ചെറുതായിട്ടൊരു ലെയർഡായിട്ടൊക്കെ നമുക്ക് തോന്നും. അടിയിൽ നല്ല ഡാർക്കായിട്ടൊരു റെഡും മുകളിൽ കുറച്ച് ലൈറ്റായിട്ടുള്ള റെഡ് കളറുമായിട്ട് നല്ല കാണാനും നല്ല ഭംഗിയാണ്, എന്നാൽ കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ ചുവന്ന കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനെപ്പോഴും ഇതുപോലെ ജ്യൂസും വെള്ളമൊക്കെ ഉണ്ടാക്കാൻ തിളപ്പിച്ചാറി തണുപ്പിച്ചെടുത്ത വെള്ളമാണ് എടുക്കുന്നത്. നിങ്ങൾ പച്ചവെള്ളം കുടിക്കാറുണ്ടെങ്കിൽ പച്ചവെള്ളം എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചാറി തണുപ്പിച്ച വെള്ളം എടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു നോർമൽ നാരങ്ങ വെള്ളമാണ് ആദ്യം ഉണ്ടാക്കുന്നത്. അതായത് ഇഞ്ചി നീരോ ഏലക്ക അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഒരു നാരങ്ങ വെള്ളം ഉണ്ടല്ലോ, നാരങ്ങ നീര് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് പഞ്ചസാര ചേർത്തിട്ടുള്ള ഒരു നോർമൽ നാരങ്ങ വെള്ളമാണ് കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ മിക്സിയിലെല്ലാം കൂടെ ഇട്ട് ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ട് അടിച്ചെടുക്കുകയും ചെയ്യാം. നാരങ്ങ വെള്ളം നമ്മൾ പല രീതിയിലും ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു നോർമൽ നാരങ്ങ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഒരു റെഡ് കളറിലുള്ള ഒരു ഐസ് ക്യൂബും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. ആദ്യം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഐസ് ക്യൂബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരു റെഡ് കളറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഈ ഐസ് ക്യൂബ് ഞാൻ വത്തക്ക വെള്ളം ഉണ്ടാക്കില്ലേ, ഇന്നലെ ഞാനൊരു വത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വത്തക്ക വെള്ളം ഉണ്ടാക്കുന്ന സമയത്ത് വത്തക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ബൗളിലിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തപ്പോൾ ഒരുപാട് നീര് കിട്ടിയല്ലോ. അപ്പോൾ ആ ഒരു നീരാണ് കേട്ടോ ഇതിൽ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു പീസ് വത്തക്കയാണ് എടുക്കുന്നതെങ്കിൽ മിക്സിയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഈ വത്തക്ക വെള്ളത്തിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഇതിലേക്ക് ആവശ്യമുള്ള പുളിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നാരങ്ങ നീര് ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ പഞ്ചസാരയുണ്ട് നാരങ്ങ നീരും ഉണ്ട് കേട്ടോ. ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ഐസ് ട്രേയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിവിടെ ഇത് ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, നാരങ്ങ വെള്ളം നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ടുള്ളൊരു നാരങ്ങ വെള്ളം തന്നെ കൊടുക്കാമല്ലോ. അപ്പോൾ ഈ ഐസ് ക്യൂബ്സ് ഇപ്പോൾ നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഐസ് ക്യൂബ്സാണ് കേട്ടോ ഞാനിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് നാരങ്ങ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഒരു നോർമൽ നാരങ്ങ വെള്ളമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നാരങ്ങ വെള്ളം എത്ര വെച്ചാലും കയ്പ്പ് രുചി വരാത്ത നാരങ്ങ വെള്ളമാണ്. നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയാലും അത് കുറച്ച് കഴിയുമ്പോഴേക്കും കഴിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗസ്റ്റൊക്കെ വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര നേരത്തെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ വെള്ളമാണ്, കുറച്ച് വെറൈറ്റിയാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പകരം നാരങ്ങ വെള്ളം ആകുമ്പോൾ ദാഹവും മാറും, എന്നാൽ കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ 20 നാരങ്ങ വെള്ളത്തിലധികം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള 20 നാരങ്ങ വെള്ളത്തോളം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്